വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പാലക്കാട് നിന്ന് വരുന്നു. പാലക്കാട് ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയതിൽ ഡോക്ടർമാർക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തണമെന്ന് കുട്ടിയുടെ കുടുംബം. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് വിനോദിനിയുടെ കുടുംബം പരാതി നൽകി. അശ്രദ്ധമായ പ്രവൃത്തിയിലൂടെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുക എന്ന വകുപ്പ് പ്രകാരം ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കുടുംബത്തിന്റെ പരാതിയിൽ നിലവിൽ ജില്ലാ ആശുപത്രിയിലെ 3 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. എല്ലാവരും ഒത്തൊരുമയോടെ നടക്കുന്ന ഒരു കാര്യമാണ് ഇത്. എന്തായാലും ഞങ്ങൾ പറയണത്, എൻ്റെ മകളുടെ പോയത് എന്തായാലും പോയത് തന്നെയാണ്. ഞങ്ങൾക്ക് എന്തായാലും ഇതിനെന്തായാലും ഞങ്ങൾ ചെയ്യും. എത്ര പോരാടാൻ പറ്റുകയാണ് ഞങ്ങൾ പോകും. ഇനി എന്തായാലും ഞങ്ങൾക്ക് ഡോക്ടർമാരിന് ഞങ്ങൾക്ക് വിശ്വാസമില്ല, പിന്നെ പോരാത്തതിന് പോലീസുകാരന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ ചെറിയൊരു വകുപ്പാണ് ഇട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ മകളുടെ കൈ പോയത് ഞങ്ങൾക്ക് അറിയുള്ളൂ, അതിൻ്റെ വേദന. ഇതിലെന്തായാലും എന്താണ് ഞങ്ങൾക്ക് എന്താ പറയേണ്ടത്? ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പറയാൻ ഞങ്ങൾക്ക് ആരുമില്ല. ചെറിയൊരു വകുപ്പ് 3 മാസം ശിക്ഷയും 16,000 രൂപ പിഴയുമാണ് ഇട്ടിരിക്കുന്നവർ. ഇക്ബാൽ അറക്കലാണ് കൂടുതൽ വിവരങ്ങളുമായുള്ളത്. ഇക്ബാൽ അറക്കൽ, എന്താണ് കുടുംബത്തിന്റെ ആവശ്യം? ഇപ്പോൾ ഇവർ ഡോക്ടർമാർ സസ്പെൻഷനിലായിരുന്നു, അവർക്കെതിരെ ചുമത്തിയത് നിസ്സാര വകുപ്പുകളാണെന്നാണോ കുടുംബം പരാതി പറയുന്നത്? അരുൺകുമാർ, ഈ വിനോദിനിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത് അത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് മൂലമാണ് എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്, പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസ് ഈ ഡോക്ടർമാർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് അത് വരും നിസാര വകുപ്പുകളാണ് എന്നുള്ളതാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. അശ്രദ്ധമായ പ്രവൃത്തിയിലൂടെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുക എന്നൊരു വകുപ്പ് മാത്രമാണ് ഈ 3 ഡോക്ടർമാർക്കെതിരെയും ചുമത്തിയിട്ടുള്ളത്. പക്ഷേ ഇതുകൊണ്ട് ഈ ഡോക്ടർമാർ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഈ ഡോക്ടർമാർക്കെതിരെ ചുമത്തണം എന്നുള്ളതാണ് വിനോദിനിയുടെ അമ്മ ഇപ്പോൾ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുന്നത്. ഇത് മാത്രമല്ല, ആരോഗ്യ വകുപ്പ് ഈ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്യുകയാണ്. പക്ഷേ ഇതിൽ ഈ കുടുംബത്തിന് മൊഴിയെടുത്തു എന്നല്ലാതെ തുടർ അന്വേഷണങ്ങളൊന്നും ഈ ഡോക്ടർമാരുടെ വിദഗ്ധ സമിതി നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കുറ്റാരോപിതരായിട്ടുള്ള ഡോക്ടർമാർ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ഡോക്ടർമാർക്കെതിരായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കണം. പോലീസും ആരോഗ്യ വകുപ്പും ഈ ഡോക്ടർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വിനോദിനിയുടെ കുടുംബം പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയെ കണ്ട് അറിയിക്കാൻ നിൽക്കുന്നത്. താങ്ക് യു. ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 11 മണിയാവുന്നു. നമ്മുടെ കുഞ്ഞ് ആലിൻ ഷെറിൻ കേരളത്തിന്റെ നോവായി മാറുമ്പോഴും ആ നോവിനിടയിൽ ഒരു പുഞ്ചിരിയുണ്ട്. അതൊരിതൾ കൊഴിയുമ്പോൾ മറ്റ് 4 ഇതളുകൾ വിടരുന്നു എന്നതിലാണ്. കുഞ്ഞ് ആലിൻ ഷെറിന് ഇന്ന് കേരളം ഔദ്യോഗികമായി യാത്രയപ്പ് നൽകും. 9 മാസം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞിന് ഏതെങ്കിലും ഒരു സംസ്ഥാനം ഔദ്യോഗികമായി ഇങ്ങനൊരു യാത്രയപ്പ് നൽകിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ കേരളം കാത്തിരുന്ന ആശ്വാസകരമായ വാർത്ത, ഈ കുഞ്ഞിൻ്റെ കരളും വൃക്കകളും തുന്നിച്ചേർത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ സുഖമായി തന്നെ